നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം മരിച്ച വാർത്ത നമ്മളെല്ലാവരെയും ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയതാണ്. നാളെ അദ്ദേഹത്തിന്റെ സഞ്ചയാന്യ ദിവസമാണ്. ഇപ്പോൾ ഈ ആഴിമല ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ, അതായത് ചിങ്ങം 1 നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് അദ്ദേഹം മരിച്ചത്. സത്യത്തിൽ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒന്നും തന്നെ ഇതുവരെയും ആ ഒരു മരണത്തിൽ നിന്നും, ആ ഒരു വേദനയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ആ സത്യം ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ആ കുടുംബാംഗങ്ങൾ എല്ലാവരും. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ക്ഷേത്ര പരിസരം ശുചീകരിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് ദാരുണമായി മരിച്ചത്. നെയ്യാറ്റിൻകര ഡാൽമുഖം സ്വദേശി രാഹുൽ വിജയൻ എന്ന 26 വയസ്സുകാരനാണ് മരിച്ചത്. ശുചീകരണത്തിനിടെ മിന്നലേറ്റ് മരിച്ച രാഹുൽ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു. ക്ഷേത്ര നടപടികൾക്ക് ശേഷം വീട്ടിൽ പോകാറുണ്ടായിരുന്ന രാഹുൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30 ദാരുണമായ സംഭവത്തിന് ഇരയായത്. ചിങ്ങമാസ പിറവിയോടനുബന്ധിച്ച ക്ഷേത്രത്തിലെ ടൈലുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ആളൊഴിഞ്ഞ സമയം നോക്കി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ സമയം ഇലക്ട്രിക് ഗൺ ഉപയോഗിച്ച് ടൈലുകൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. ഈ സംഭവം ആരും പുറത്തറിയാത്തതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. കഴിഞ്ഞ 6 വർഷങ്ങളായി രാഹുൽ ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതേസമയം രാഹുലിന്റെ മാതാപിതാക്കളുടെ സംരക്ഷണം ക്ഷേത്ര ട്രസ്റ്റ് ഏറ്റെടുക്കുമെന്ന് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ അറിയിച്ചു. 24 ചേരുന്ന ട്രസ്റ്റ് അംഗങ്ങളുടെ പൊതുയോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. രാഹുലിന്റെ സഹോദരിയുടെ വിവാഹശേഷം മാതാപിതാക്കളുടെ സംരക്ഷണം രാഹുലായിരുന്നു. വൃക്കരോഗിയായ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ് ട്രസ്റ്റ് തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ ശുദ്ധികലശ നടപടികൾ തുടങ്ങി. ഇന്നലെ മുതൽ ക്ഷേത്രനട തുറന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വൈകാതെ ദേവസ്വം പ്രശ്നം നടത്തി നിർദ്ദേശിക്കുന്ന പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഷോക്കേറ്റ് വീണ് കിടന്ന രാഹുലിനെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. വർഷങ്ങളായി ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന മരിച്ച രാഹുൽ അദ്ദേഹം എല്ലാ ഉത്സവങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വിശേഷാൽ ദിവസങ്ങളിലും ഒക്കെ തന്നെ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുകയും ക്ഷേത്രത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ നോക്കുമ്പോഴും അദ്ദേഹം കൂടുതലും ക്ഷേത്ര പരിസരവുമായി എടുത്തിട്ടുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ വന്നപ്പോഴാണ് കുറേയേറെ സമയമായി വെള്ളം പാഴാകുന്ന ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോഴാണ് നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോഴും ഷോക്കേറ്റ നിലയിൽ അദ്ദേഹം കിടക്കുന്നത്, അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ചാക്കയിലെ ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഷോക്ക് അടിച്ചു അദ്ദേഹത്തിന്റെ വലതുകൈ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയ്ക്കും ആഘാതമായിരുന്നു ആ ഷോക്കിനുണ്ടായിരുന്നു. മാത്രമല്ല വെള്ളവും കൂടിയായിരുന്നു തറയിൽ നിറയെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷോക്ക് ശരീരത്തിലേക്ക് കയറി ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പെട്ടെന്നുള്ള ഒരു സംഭവം, പെട്ടെന്നുള്ള ഈ ഒരു മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ആഴിമല ദേവന്റെ ഒരു ഭക്തൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ഏറ്റവും അടുത്ത ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ ദുഃഖങ്ങളിലും ഈ ആഴിമല ക്ഷേത്രം ഉണ്ടാകും. ക്ഷേത്ര ഭാരവാഹികളും ട്രസ്റ്റ് അംഗങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കൊരു ആശ്വാസവും ആശ്രയവുമാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ആളിനാളെന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ 26 വയസ്സ് മാത്രമാണ് പ്രായം. അദ്ദേഹം എന്ന് വിളിക്കാൻ നമുക്കറിയാം. ചെയ്യുന്ന പ്രവൃത്തി, അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ക്ഷേത്രത്തിന്റെ ദാസനായി നിൽക്കുന്ന അദ്ദേഹം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ബഹുമാനത്തോടു കൂടിയല്ല നമുക്ക് വിളിക്കാൻ സാധിക്കുകയില്ല. ക്ഷേത്രം മനോഹരമായിരിക്കട്ടെ, ആളുകൾ വരുന്ന സമയമല്ലേ, മനോഹരമായിരിക്കട്ടെ എന്നുള്ള ആ ഒരു ആത്മബലത്തിലും ആത്മവിശ്വാസത്തിലും അർപ്പണബോധത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അതായത് ചിങ്ങമാസത്തിൽ എല്ലാ ഹിന്ദുക്കളും ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. വളരെ മനോഹരമായി തന്നെ ക്ഷേത്രം അലങ്കരിക്കാറുണ്ട്. അതിന് കൂടിയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് ആഴിമല ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. എന്തായാലും ഈ ഒരു മരണം സംഭവിച്ച സാഹചര്യത്തിൽ ശുദ്ധികലശം അടക്കമുള്ളവ ക്ഷേത്രത്തിൽ നടക്കും. മാത്രമല്ല പ്രശ്നപരിഹാരം വെച്ചു നോക്കും. പ്രശ്നം വെച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും പരിഹാരങ്ങൾ, പോംവഴികൾ ഉണ്ടെങ്കിൽ അത് ആ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്.